കപ്പ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും ചെയ്താൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾക്ക് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇതുവരെ ഉണ്ട്. സന്തോഷം. എനിക്ക് അബദ്ധം പറ്റിയതാണ്. നീ സ്റ്റാർ ആവില്ലായിരുന്നു. എടോ എനിക്കറിയില്ലായിരുന്നു ഈ PR എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യം. അതാണ് ഏറ്റവും അബദ്ധം കാണിച്ചത്. PR എന്ന് പറഞ്ഞ സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. ചെന്നുകൊണ്ട് എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഇല്ല. അപ്പൊ കുറച്ച് പേരുണ്ട്. എനിക്കുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഈ PR അല്ലടോ, അങ്ങനെയല്ല. എനിക്ക് PR ഉണ്ട്, നിങ്ങൾക്ക് PR ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കും. ചില ആരും ഇല്ല PR ഇല്ല. അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ PR പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് PR എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ മോൻ ചോദിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു, അത് സത്യസന്ധമായിട്ട് നിന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അല്ലാതെ ഒരിക്കലും ഞാൻ 15 ലക്ഷം കൊടുത്തു അത് പലരും പറയണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല. മുട്ടടിക്കും ചേച്ചി അപ്പടിക്കുകയാണെങ്കിൽ ആ മുട്ടടിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മുട്ട അടിച്ചിട്ടൊന്നുമില്ല. പട്ടാളങ്ങൾ അച്ചോടാ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പേര് നിങ്ങളെ മനസ്സിൽ നിന്നാണ് എനിക്ക് സത്യം പറ. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരെ ഇഷ്ടം? ഉറക്ക പറ, സത്യം പറ. പറഞ്ഞു പറയിപ്പിച്ചല്ലേ സത്യം. അനീഷന് എന്റെ ഇഷ്ടം. എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാര്യം? ഞാൻ നല്ല കോമഡിയോ ബിഗ് ബോസിലോ? എന്റെ കോമഡി ബിഗ് ബോസിനെ ഇറക്കിയിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ കോമഡി ആയിട്ട് പോവാന്ന് വിചാരിച്ച ഞാനാണ്. പറ. കോമഡി ഇല്ല കള്ള. ഇത് അമ്മ പറഞ്ഞു പറയിപ്പിച്ചല്ലേ. വേറെന്താ? ഞാൻ കരയുമ്പോ കരയാറുണ്ടോ? ഇല്ല. അമ്മ കരഞ്ഞിട്ടുണ്ടോ ഞാൻ കരഞ്ഞപ്പോ? ഉണ്ടോ? കരഞ്ഞോ? അമ്മ കരഞ്ഞോ? പിന്നെ നിനക്ക് പിന്നെ എന്താ ഇഷ്ടപ്പെട്ടെ? അങ്ങനെയൊന്നുമില്ലേ? ഒന്ന് വിളിച്ച മോനെ. ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ ഞാൻ പറയും. അവിടെയുള്ള പലരും അത് അംഗീകരിച്ച് തരത്തില്ല. എനിക്ക് അവിടെ അനുവിനെ കൂടെ ഉണ്ട്. അനുവിന്റെ പ്ലാച്ച് വരെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി 26 പേരിനകത്ത് മിനിമം ഒരു 10 പേര് പ്ലാച്ചിയുടെ പകുതി പോലും എഫേർട്ട് അല്ല, പകുതി പോലും സ്ക്രീൻ സ്പേസോ അവർക്ക് കണ്ടന്റോ ഉണ്ടായിട്ടില്ല. അതെ. അനുവിനെ എന്റെ പ്ലാച്ചി, ഞാൻ പ്ലാച്ചി സ്റ്റോർ എന്ന് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങാൻ പോകട്ടെ. ഇപ്പഴല്ല, പ്ലാച്ചി സ്റ്റോർ കേട്ടോ. ഒരു ഫീമെയിലൊരു വെയറാണ്. ഇതാ മെൻസ് വെയർ അല്ല, ലേഡീസ് വെയർ ആണ്. അപ്പൊ പ്ലാച്ചി സ്റ്റോർ അനൗൺസ് ചെയ്തു കേട്ടോ. അതെ, അനൗൺസ്മെന്റ് ഞാൻ ഇന്നലെ ചെയ്തു അവിടെ വെച്ചിട്ട്. പ്ലാച്ചി സ്റ്റോർ കൊള്ളല്ലേ? പ്ലാച്ചി എന്താണെന്നറിയില്ല, ഭയങ്കര ഐശ്വര്യം. ആദ്യത്തെ നെഗായിരുന്നു, പിന്നെ ഐശ്വര്യമായി.